We request the media to please stand backside, okay, so that we can finish the process. കൗൺസിലിലെ ദീപം എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും പ്രയാസകയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
നമ്മുടെ ഈ ഇലക്ഷൻ ചെയ്ത ഓഫീസർ, ഇവിടെ ഏറ്റവും ബഹുമാനരായ മുൻ ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ ജെസി ടീച്ചർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മീഡിയ അംഗങ്ങളെ, മറ്റ് സ്നേഹിതരെ, ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, ആദ്യമായി തൊടുപുഴ നഗരസഭയുടെ ചെയർമാനായി എന്നെ തെരഞ്ഞെടുത്തതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസത്തിനും നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷയ്ക്കുമൊത്ത് എന്റെ പരമാവധി സത്യസന്ധമായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ സ്ഥാനം ഞാൻ വിനിയോഗിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഈ ആളുകളുടെ മുഴുവൻ, അതുപോലെ തന്നെ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവിധ നന്ദിയും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. Completed, you can discuss it. Thank you. കുറച്ചുകൂടെ ബാക്കിലേക്ക് ആക്കി വെക്കണം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പുറത്തേക്ക് വെക്കാവോ? അപ്പുറത്തേക്ക് നിൽക്കാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ മൈക്ക് പിടിക്കാൻ പറ്റില്ല. ചില അപ്പുറത്തേക്ക് അപ്പുറ സൈഡിലേക്ക് ഇല്ലെങ്കിൽ മൈക്ക് പിടിക്കാൻ പറ്റില്ല. രണ്ട് സൈഡിലേക്ക് വെക്കണേ. രണ്ട് സൈഡിലേക്ക് വെക്കണേ. റെഡിയല്ലേ? ഓക്കെ ആണോ? റെഡിയാണോ? കുറച്ച് മാസങ്ങളല്ലെങ്കിലും ഭരണം പിടിക്കാൻ പറ്റി യൂണിറ്റിന്. എങ്ങനെയാണ് ഇനി മുന്നോട്ട്? വളരെ സന്തോഷമുണ്ട്. കാരണം UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് UDF-ന്റെ ഒരു ചെയർമാനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പക്ഷേ എന്തായാലും അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ
ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് അറിയാം. മാസങ്ങളേ ഉള്ളൂ, ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഇനിയുള്ള 7 മാസം എന്തെങ്കിലും ടൈം വ്യവസ്ഥയുണ്ടോ, അതോ താങ്കൾ തന്നെ തുടരും? എങ്ങനെയാണ് അതിൻ്റെ ഒരു നീക്കം? അല്ല, ഇത് സംബന്ധിച്ച് എൻ്റെ പേര് പോലും UDF നേതൃത്വമാണ് പ്രഖ്യാപിച്ചത്. UDF നേതൃത്വം എന്ത് തീരുമാനം പറയുന്നു ആ തീരുമാനമായിരിക്കും എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കും. ഈ UDF-ന് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി UDF-നുണ്ടായിട്ടും ഈ അവസാന ഘട്ടം വരെ നോക്കിക്കേണ്ടി വന്നു. UDF നമ്മുടെ മുനിസിപ്പാലിറ്റി പല വിഷയങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ വെറും ചുരുങ്ങിയ 6 മാസത്തിനിടയിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലുമില്ല. UDF-ൽ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി എന്നുള്ള സത്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ അതെല്ലാം UDF ഒറ്റക്കെട്ടായി ഇരുന്ന് പറഞ്ഞ് തീർത്തുകൊണ്ട് ഇനി മേലിൽ അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്ക് UDF-ന്റെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനം ഒടുവിലെടുത്തത്. ഏതെങ്കിലും തരത്തിൽ ടേം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കൂടുതലായിട്ട് അറിയിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF-നെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഞങ്ങളോട് സ്റ്റേറ്റിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണ്. അത് UDF-ന്റെ ചെയർമാനായി കോൺഗ്രസിൽ നിന്നുള്ള എൻ്റെ പേരാണ്. അപ്പോൾ UDF എന്ത് നിലപാട്, എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തിൽ ഞങ്ങൾ 14 പേരും ഒറ്റക്കെട്ടായി. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഭരണം വല്ലാതെ പ്രശ്നങ്ങളുണ്ടായിട്ട് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നൊരു വാസ്തവമാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഇനി? തീർച്ചയായും ആ കാര്യം പരിശോധിക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും സുതാര്യമായി സാധാരണക്കാർക്ക് അവർക്ക് വേണ്ട ഒരു ഈ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തടസ്സം കൂടാതെ അവരുടെ കാര്യം സാധിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. നന്മയുടെ നാളോ നന്മയുടെ എല്ലാവിധ ആശംസകളും. ഞാനൊരു ശാല ഇടട്ടെ. ദേവക്കേട്ടാ കൂടുതൽ രാവിലെ കൊണ്ടുപോകാം. എല്ലാവർക്കും പാർട്ടിയും ഓൾറെഡി പൈസയിലൊക്കെ ഇതില്ല. രാവിലെ ഒന്ന് മാറി എല്ലാവർക്കും കാണാം. ആരും
ചന്ദ്രചാണ്ടെല്ലാം പഠിപ്പിച്ച വിട്ടേക്കണം കേട്ടോ കയ്യേറി ആ ചേച്ചി ഓക്കെ ഒന്ന് മാറി നടക്കും. ഒരു മകനെ പൂമാല പൂമാല അവരവിടെ വന്നോട്ടെ ശരി ഞാൻ പറയട്ടെ 6 മാസം കഴിഞ്ഞിട്ടുണ്ട് ആ കൊടുക്കാം പിന്നെ മതി ബിരിയാണി
ഓക്കെ ഇനി പതിയാണ് നിങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊന്നും വേണ്ട. തിരിച്ച് ദീപകേട്ടാ മാറിയിടുന്ന ഫോട്ടോ അടുത്ത് കളിക്കില്ല. ഞാനെങ്കിലും പോയില്ല. അവിടെ നിന്ന് ഇറങ്ങിയില്ല. അഭിവാദ്യങ്ങൾ 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 ദീപക്കിന് അഭിവാദ്യങ്ങൾ ദീപക്കിന് അഭിവാദ്യങ്ങൾ ദീപക്കേ നേതാവേ ദീപക്കേ നേതാവേ ദീനതയോടെ നയിച്ചോളൂ ദീനതയോടെ നയിച്ചോളൂ സിന്ദാബാദ് അഭിവാദ്യങ്ങൾ 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 ദീപക്കിനായ അഭിവാദ്യങ്ങൾ 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 ദീപക്കിന് അഭിവാദ്യങ്ങൾ ദീപക്കിന് അഭിവാദ്യങ്ങൾ കണ്ടോടാ ഇത് കണ്ടോടാ കണ്ടോടാ ഇത് കണ്ടോടാ തൊടുപുഴയുടെ ചെയർമാനെ തൊടുപുഴയുടെ ചെയർമാനെ യുഡിഎഫ് ചെയർമാനെ
അഭിവാദ്യങ്ങൾ മട്ടിമറിച്ച ഇടതന്മാരുടെ നാറിയ ഭരണം അവസാനിച്ച് ജനാധിപത്യം മട്ടിമറിച്ച ഇടതന്മാരുടെ നാറിയ ഭരണം അവസാനിച്ച് ജനാധിപത്യം വിജയിച്ച് മതേതരത്വം വിജയിച്ച് UDF വിജയിച്ച് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എവിടെ പോയട ഇടവന്മാര് CPM ഗുണ്ടകളെ ജനാധിപത്യം വിജയിച്ച് മതേതരത്വം വിജയിച്ച് അഭിവാദ്യങ്ങൾ ദീപക്കിനായിരം അഭിവാദ്യങ്ങൾ തേരോട്ടം ഇത് എല്ലാ കൗൺസിലർമാരും കയറുക. മതിയോ അത് പോണം എങ്ങനെ പോവാനോ
വരുന്നു ദീപക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അങ്ങോട്ട് കയറോ ചേട്ടാ അങ്ങോട്ട് കയറുന്നു അല്ലല്ലോ എല്ലാവരും കിട്ടും അവിടെ ഇങ്ങോട്ടിങ്ങനെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ ജി കേരള കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ എം എ ഷിബു ജനറൽ സെക്രട്ടറി ശ്രീ റോയിക്കൻ ചെയർമാൻ യുഡിഎഫിന്റെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി സത്യം ജയിച്ചിരിക്കുന്നു. തൊടുപുഴ നഗരസഭ, തൊടുപുഴ നിയോജക മണ്ഡലവും എല്ലാ കാലത്തും ജനാധിപത്യ ശക്തികളുടെ ഈ ചിഹ്നമാണ്. ജനാധിപത്യത്തിനിടയിൽ വീട്ടിൽ കയറിയാൽ മാറുന്നവരെ ഇവിടെ പരാജയപ്പെട്ട ചരിത്രവും ഒന്നിച്ചുണ്ടായി നിന്നാൽ ഇതും ഇതിനർത്ഥവും പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സൂചനയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ദീപകിന്റെ ഇന്നത്തെ വിജയം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിജയം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം. ഐക്യജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് പരമാവധി കാത്തു സൂക്ഷിക്കുവാനും പിറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നഗരസഭയെ വികസനത്തിന്റെ പാതയുടെ മുൻപോട്ട് കുതിക്കുവാനും ഒരു യാകാശത്തെ പോലെ പെരുമാറി ഈ മേഖലയിലെ വികസനത്തിന്റെ മുരടിപ്പ് ഒഴിവാക്കി ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻ കാലഘട്ടങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പോലെ ഈ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തെ ജനാഭിലാഷത്തിനനുസരിച്ച് കൊണ്ടുപോകുവാൻ ജഗദീശൻ എല്ലാ അനുഗ്രഹവും ചൊരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കന്മാർ കാണിച്ച വിശാലമായ ഈ ഐക്യത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഒപ്പം ഈ ഐക്യം
ഒരിക്കൽ കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും കൂടിയാലോചിച്ചുകൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരിക്കൽ കൂടി ദീപകന് സഹായകരമായി പ്രവർത്തിക്കാൻ ഘടകകക്ഷികളും ഘടകകക്ഷി നേതാക്കന്മാരും പ്രിയപ്പെട്ട കൗൺസിലർമാരും ജനകീയ അഭിലാഷം പാലിച്ചുകൊണ്ട് മുൻപോട്ട് കുറിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഇവിടെ CP മാത്യു പറഞ്ഞതുപോലെ സത്യം വിജയിച്ചിരിക്കുകയാണ്. ഭരണാധിപത്യവും പണാധിപത്യവും അഴിഞ്ഞാടി 5 കൊല്ലങ്ങൾക്കപ്പുറം UDFന്റെ കയ്യിലേക്ക് എത്തേണ്ട ഭരണം അട്ടിമറിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടി CPM അന്നു കാണിച്ച നടപടിയാണ് മുനിസിപ്പാലിറ്റി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. 4.5 കൊല്ലക്കാലം ഈ മുനിസിപ്പാലിറ്റിയുടെ വളർച്ച ജില്ലയ്ക്ക് മാതൃകയായ, കേരളത്തിന് മാതൃകയായ ഈ നിയോജകമണ്ഡലത്തെ പ്രിയങ്കരനായ MLA വളർത്തിയെടുത്ത മനോഹരമായ തൊടുപുഴ പട്ടണത്തിലെ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ഈ മുനിസിപ്പാലിറ്റിയെ ഒരുപാട് കാലം പുറകിലേക്ക് കൊണ്ടുപോയ CPMന്റെ ഭരണം, ഇടതുപക്ഷത്തിന്റെ ഭരണം എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അറിയുന്ന തൊടുപുഴയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ദീപകിനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ധീരനായ ചെറുപ്പക്കാരനായ ദീപക് ചെയർമാനായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ മുനിസിപ്പാലിറ്റി കിട്ടുന്ന ചെറിയ നാളുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ വളർച്ചയ്ക്കായി പഴയതിലേക്ക് ഈ മുനിസിപ്പാലിറ്റി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തുക. അതിന് UDFലെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും. ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ഈ ഭരണചക്രം തിരിക്കാനുള്ള അവസ്ഥയിലേക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും അവർ വോട്ട് ചെയ്ത എല്ലാ കൌൺസിലർമാർക്കും ഒരിക്കൽ കൂടി ആശംസയും നന്ദിയും അറിയിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ചെയർമാൻ ശ്രീ K. ദീപക്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും കുൽസിത മാർഗത്തിൽ കൂടി പിടിച്ചുകൊണ്ടുപോയ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം, നഗരസഭ ചെയർമാൻ സ്ഥാനം ഇന്ന് UDFന്റെ കെട്ടുറപ്പുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ UDFന്റെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയുകയും ഇവിടുത്തെ അഴിമതി നിറഞ്ഞ ഭരണത്തിനൊരു അന്ത്യം കുറിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം. ഒരു കാര്യം ഇടതുപക്ഷ മുന്നണി ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഏതെല്ലാം കുൽസിത മാർഗം നിങ്ങൾ ഉപയോഗിച്ചാലും അവസാനം സത്യം ജയിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് ഈ അവസാന കാലഘട്ടത്തിൽ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം വന്നെത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമേ ഉള്ളൂ എങ്കിൽ പോലും ഈ തൊടുപുഴയിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരുന്ന ഒരു ഭരണസമിതിയായി ഈ ഭരണസമിതിയെ കൊണ്ടുപോകുവാൻ ദീപകിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടാക്കുവാൻ ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുടെ ജനപ്രതിനിധികളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ കാണിച്ച ഐക്യവും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വികാരവുമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ നേട്ടമുണ്ടാക്കി തന്നത് എന്നുള്ള കാര്യം വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. തൊടുപുഴയുടെ നഗരസഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതുന്ന ഒരു കാലഘട്ടമായി നിങ്ങളുടെ കാലഘട്ടം മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മുസ്ലിം
പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ദീപക്, ശ്രീ റോഹിത് തോലർ, എന്നീ ബെന്നി, ശ്രീ സംശീർ അടക്കമുള്ള നേതാക്കന്മാരെ, UDFന്റെ ഈ വിജയം ശ്രീ കെ ദീപകിനെ മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ UDFന്റെ വലിയ മുന്നേറ്റത്തിനുള്ള കളം ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വികസനമുണ്ടാകണം. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ശക്തിക്കും UDFനെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇവിടെ UDFന്റെ ഘടകകക്ഷികളുടെ ഒരേ മനസ്സോടുകൂടിയുള്ള ഈ പ്രവർത്തനം വരും കാര്യങ്ങളിലും നമ്മുടെ മുന്നേറ്റത്തിന് സഹായകരമാകട്ടെ. ശ്രീ കെ ദീപകിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും മുനിസിപ്പൽ കൗൺസിലർമാർക്ക് എല്ലാ വിജയാശംസകളും നേടിയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ തൊടുപുഴയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം. വരും കാലങ്ങളിൽ അതൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവിധ യോജിപ്പോടും കൂടി പ്രവർത്തിച്ച ഘടകകക്ഷി നേതാക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ദീപക്, ബഹുമാന്യനായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഇനിയുള്ള 6-7 മാസക്കാലം ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ദീപകിന് വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് 4.5 വർഷം മുമ്പ് നമുക്ക് കിട്ടേണ്ട ഒരു സ്ഥാനമാണ് വളരെ വൈകിയാണെങ്കിലും നമ്മൾ കേട്ടിരിക്കുന്നത്. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ പണത്തിൻ്റെയും മറ്റ് അധികാരത്തിൻ്റെയും എല്ലാ സ്വാധീനം മൂലം ജനാധിപത്യം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ നമുക്ക് നേരത്തെ കിട്ടേണ്ട സ്ഥാനം ഇത്രയധികം വൈകിയത്. ഏതൊക്കെയായാലും സഹകരണ രംഗത്ത് ഏതാണ്ട് 25 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ഭരണ വൈവിധ്യം തെളിയിച്ചിട്ടുള്ള തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന പദവി കൂടി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ മുനിസിപ്പാലിറ്റിയുടെ മുരടിച്ചു പോയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി നിറഞ്ഞ ഭരണത്തിന് ഇന്നോടുകൂടി വിരാമമിട്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയമുള്ളൂ എങ്കിലും തൊടുപുഴ നഗരസഭയിലെ 2025-26 പദ്ധതിയിലും ബഡ്ജറ്റിലും ഉൾപ്പെട്ട് വന്നിട്ടുള്ള പല പദ്ധതികളും, അത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ദീപക് കൊണ്ടുവന്ന പല പദ്ധതികളും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. നമുക്ക് തൊടുപുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കുണ്ടാകാൻ ഉദ്ദേശിക്കുന്ന പാർക്കും അതേപോലെ പാലത്തിന് കുറുകെ പാർക്കുമായി ബന്ധിക്കുന്ന പാലവും മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കെട്ടിട നിർമ്മാണവും അതുപോലെ വെങ്ങല്ലൂർ ഭാഗത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനും ഒക്കെ നമുക്ക് തുടക്കം കുറിക്കുവാനും പ്രിയപ്പെട്ട നാം എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മരണപ്പെട്ടുപോയ നമ്മളിൽ നിന്നും വിട പറഞ്ഞ PT തോമസിന്റെ പേരിൽ അക്കരെ ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറി സമുച്ചയവും നമുക്ക് തുടങ്ങാൻ കഴിയും. ചുരുങ്ങിയ സമയമുള്ളൂ എങ്കിലും ഒരുപാട് വികസന പ്രവർത്തനമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിക്ക് കഴിയും. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുഴുവൻ ഘടകകക്ഷികളും ഒന്നിച്ച് ദീപകിന്റെ പിന്നിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ഈ വികസന പ്രവർത്തനം തുടങ്ങി വെക്കുന്നതിന് എല്ലാവരും സഹകരിച്ചു. മുഴുവൻ UDFന്റെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. ഐക്യജനാധിപത്യ ബഹുമാനായ UDFന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട CP ബോയ്സേടൻ, സുപ്പൂർ സാറ്, സുരേഷ് ബാബു, ജേക്കബ് സാറ് അടക്കമുള്ള മുഴുവൻ UDFന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട MA കരീം അടക്കമുള്ള നേതാക്കന്മാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട UDFന്റെ സഹപ്രവർത്തകരെ, തൊടുപുഴ നഗരസഭയിൽ UDF ഇന്ന് നേടിയെടുത്ത വിജയമെന്ന് പറയുന്നത് അത് വളരെ വിലപ്പെട്ടതും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വിജയമാണ്. തീർച്ചയായും തൊടുപുഴ നഗരസഭയുടെ വികസനത്തെക്കുറിച്ച് എക്കാലവും ഒരു കാഴ്ചപ്പാടുള്ള ഒരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി.
ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചില ഇടതുപക്ഷ മുന്നണികളുടെ നിലപാട്, ആ നിലപാടുകൾക്ക് മാറ്റം വരണം. തീർച്ചയായും അതിനകത്ത് UDF-ഉം ഇനി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് UDF-ന്റെ കൗൺസിലർമാർ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ള. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതുപോലെയൊരു വിജയം നേടിത്തന്ന നമ്മുടെ മുഴുവൻ സഹപ്രവർത്തകർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച, സ്നേഹിച്ച, അതുപോലെ എല്ലാ UDF-ല് ഒരു വിജയമുണ്ടാവണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ UDF-ന്റെ സമരഭടന്മാർക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഈ കൗൺസിലർമാർ ഈ തെരഞ്ഞെടുപ്പ്, ഈ അവിശ്വാസം മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരെടുത്ത സ്ട്രെയിന്, അവരെത്രമാത്രം ടെൻഷൻ അടിച്ചു, എത്രമാത്രം അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്തു, എത്രമാത്രം അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, അവരുടെ ഒരു വിജയമാണിത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ്. ഈ വിജയത്തിൽ 100% ആത്മാർത്ഥതയോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി ഈ തൊടുപുഴയിലെ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞ കുറേ വർഷമായി കിഴക്കൻ മേഖലയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകുന്ന മങ്ങാട്ടുകവല AM മുഹമ്മദ് കുഞ്ഞ സാഹിബിന്റെ നാമധേയത്തിൽ പണിത ഷോപ്പിംഗ് കോംപ്ലക്സ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തിരിച്ചുവരവോടുകൂടി ആദ്യം ആ കെട്ടിട സമുച്ചയം തുറന്നു കൊടുക്കുന്നതിനായിരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്ന് കൂടി അറിയിക്കും.